കിരീടയുദ്ധം എന്ന ടാസ്ക് നിയന്ത്രണാതീതമായി. ക്യാപ്പുകൾക്കായി മത്സരാർത്ഥികൾ തമ്മിൽ കയ്യാങ്കളി നടന്നു. ആക്രമണം ഒഴിവാക്കാൻ ബിഗ് ബോസ് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും ഗിസൽ താക്കലും ഷാനവാസും പരിക്കേറ്റ് പുറത്തായി. ഈ സീസണിലെ ഏറ്റവും സംഘർഷഭരിതമായ നിമിഷങ്ങളിലൊന്നായിരുന്നു ഇത്. വേദ് ലക്ഷ്മിയുടെ ഹൃദയസ്പർശിയായ വെളിപ്പെടുത്തൽ. വൈൽഡ് കാർഡ് എൻട്രിയായ വേദ് ലക്ഷ്മി തന്റെ ജീവിതത്തിലെ വേദനാജനകമായ ഒരു സംഭവം തുറന്നു പറഞ്ഞു. തന്റെ അച്ഛന് പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന രോഗമുണ്ടായിരുന്നെന്നും ഒരു ട്രെയിൻ യാത്രക്കിടെ അദ്ദേഹം തന്നെ തള്ളിപ്പറഞ്ഞെന്നും വേദ് ലക്ഷ്മി വിങ്ങിപ്പൊട്ടി. ഈ കഥ ഹൗസ്മേറ്റ്സിനെയും പ്രേക്ഷകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തി. ക്യാപ്റ്റന്മാരുടെ നിയമലംഘനങ്ങൾക്ക് നെവിന്റെ ശിക്ഷ. ഹൗസ് ക്യാപ്റ്റന്മാർക്കും നിയമലംഘനങ്ങൾക്ക് ശിക്ഷ ലഭിച്ചു. പകൽ സമയത്ത് ഉറങ്ങിയതിന് ക്യാപ്റ്റനായ നെവിന് ബിഗ് ബോസ് ശിക്ഷ നൽകി. തോട്ടത്തിൽ 10 റൗണ്ട് ഓടുന്നതിനോടൊപ്പം മാപ്പ് പറയേണ്ടിയും വന്നു. പുറത്താക്കൽ ചർച്ചകൾ. ശൈത്യയും ആര്യനും അപകട മേഖലയിൽ. ശൈത്യ സന്തോഷ്, ആര്യൻ കത്തൂരിയ എന്നിവർ ഈ ആഴ്ച പുറത്തു പോവാൻ സാധ്യതയുണ്ടെന്ന് അഭ്യൂഹങ്ങൾ പരക്കുന്നു. ഈ ആഴ്ച കടുത്ത മത്സരമാണ് നടക്കുന്നത്. ആരാകും പുറത്താവുക എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. ഷാനവാസ് അക്ബർ ഏറ്റുമുട്ടൽ. ബിഗ് ബോസിന്റെ ശബ്ദം കെടുക്കുന്നു. ഷാനവാസും അക്ബർ ഖാനും തമ്മിലുള്ള വാക്കുതർക്കം രൂക്ഷമായപ്പോൾ ബിഗ് ബോസ് ക്ഷമയുടെ അതിരുവിട്ടു. നിങ്ങൾ കുട്ടികളെ പോലെ എന്തിനാണ് പെരുമാറുന്നത് എന്ന് ചോദിച്ച് ബിഗ് ബോസ് അവരെ ശാസിച്ചു. ഇത് ബിഗ് ബോസിന്റെ അപൂർവമായ ഒരു ഇടപെടലായിരുന്നു. മോഹൻലാൽ നെവിനെ ശാസിക്കുന്നു. വാരാന്ത്യ എപ്പിസോഡിൽ അവതാരകനായ മോഹൻലാൽ നെവിനെ താക്കീത് ചെയ്തു. തമാശകൾക്ക് നെവിന് നേരത്തെ പ്രശസ്തി ലഭിച്ചിരുന്നെങ്കിലും എല്ലാ പ്രവൃത്തികളും വിനോദകരമല്ലെന്ന് മോഹൻലാൽ ഊന്നി പറഞ്ഞു. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.